പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ അക്കൗണ്ടൻസിയിലെ ആദ്യത്തെ 2 ചാപ്റ്ററുകൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ഒന്നാമത്തെ ചാപ്റ്ററിൽ അക്കൗണ്ടിങ് എന്താണ്, അക്കൗണ്ടിങ്ങിൽ നടക്കുന്ന പ്രോസസ്സ് എന്താണ്, അക്കൗണ്ടിങ്ങിൽ പല സമയത്തും നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന കുറേ ടേംസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അഥവാ കുറേ അധികം അക്കൗണ്ടിങ് വാക്കുകൾ എന്താണ് അതൊക്കെ അർത്ഥമാക്കുന്നത് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി. രണ്ടാമത്തെ ചാപ്റ്ററിൽ അക്കൗണ്ടിങ് എന്ന വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറേ പ്രിൻസിപ്പിൾസ്, അതുപോലെ കുറേ പോളിസീസ്, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായിട്ട് നമ്മൾ മനസ്സിലാക്കി. ഈ 2 ചാപ്റ്ററുകളായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ അക്കൗണ്ടിങ് എന്ന ഈ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അടിസ്ഥാന വിവരങ്ങളാണ്. അതിൽ തന്നെ രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒരു ബിസിനസ്സിൻ്റെ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുമ്പോഴും ബിസിനസ്സിൻ്റെ ഫൈനാൻഷ്യൽ ഇൻഫോർമേഷൻസ്, ഫൈനാൻഷ്യൽ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്ന സമയത്തുമൊക്കെ നമ്മൾ കൃത്യമായി പാലിച്ചിരിക്കേണ്ട ചില പ്രിൻസിപ്പിൾസാണ് രണ്ടാമത്തെ ചാപ്റ്ററിൽ ചർച്ച ചെയ്തത്. നമ്മളിന്ന് അക്കൗണ്ടിങ് 3ാമത്തെ ചാപ്റ്ററിലേക്ക് പ്രവേശിക്കുകയാണ്. റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ്. ഒരു ബിസിനസ്സിൽ നടക്കുന്ന ആയിരക്കണക്കിന് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനെ സിസ്റ്റമാറ്റിക്കായി റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രാഥമിക കർത്തവ്യം. അതിനെയാണ് നമ്മൾ ബുക്ക് കീപ്പിംഗ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമുക്കറിയാം, അക്കൗണ്ടിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ട്രാൻസാക്ഷനെ തിരിച്ചറിയുകയും അത് ബിസിനസ്സിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കൃത്യമായി ശാസ്ത്രീയമായ രീതിയിൽ രേഖപ്പെടുത്തി വെക്കുകയും അതിനുശേഷം ആ രേഖപ്പെടുത്തിയ ട്രാൻസാക്ഷൻസിനെ ക്ലാസിഫൈ ചെയ്ത് അതിനെ സമ്മറൈസ് ചെയ്ത് അതിനെ കൃത്യമായി വിശകലനം ചെയ്ത് എല്ലാ വിഭാഗം യൂസേഴ്സിനും മനസ്സിലാവുന്ന വിധത്തിൽ വിവിധ റിപ്പോർട്ടുകളായി സബ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അക്കൗണ്ടിങ്. ഇപ്പോൾ അക്കൗണ്ടിങ്ങിലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനെ തിരിച്ചറിഞ്ഞ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിലേക്ക് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ പ്രോസസ് ഓഫ് അക്കൗണ്ടിങ് ഈസ് റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻസ് സിസ്റ്റമാറ്റിക്കലി ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അക്കൗണ്ടിങ് എന്ന വളരെ വിശാലമായ ഈ പ്രോസസ്സിൻ്റെ ആദ്യ സ്റ്റെപ്പാണ് ഒരു ബിസിനസ്സിലെ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനെ തിരിച്ചറിഞ്ഞ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ വളരെ കൃത്യമായ രീതിയിൽ, വളരെ വൃത്തിയിൽ, ശാസ്ത്രീയമായ രീതിയിൽ അത് രേഖപ്പെടുത്തി വെക്കുക എന്നുള്ളത്. അപ്പോൾ ഒരു ബിസിനസ് ട്രാൻസാക്ഷനെ, ഒരു ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനെ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓരോ ട്രാൻസാക്ഷനും കൃത്യമായ തെളിവുകൾ ഉണ്ടായിരിക്കണം. എവരി ട്രാൻസാക്ഷൻ ഈസ് റെക്കോർഡഡ് ഓൺ ദ ബേസിസ് ഓഫ് സം എവിഡൻസ്, സം വേരിഫയബിൾ എവിഡൻസ്. ഏതൊരു ബിസിനസ് ട്രാൻസാക്ഷൻ ഒരു ബുക്സ് ഓഫ് അക്കൗണ്ട്സിലേക്ക് ഒരു അക്കൗണ്ടൻറ്റ് റെക്കോർഡ് ചെയ്യുമ്പോഴും അദ്ദേഹത്തിന് ആ ബിസിനസ് ട്രാൻസാക്ഷനെ ബോധ്യപ്പെടാൻ വേണ്ടിയുള്ള കൃത്യമായ ഒരു തെളിവ് ഉണ്ടായിരിക്കണം. ആ തെളിവിനെ നമ്മൾ പറയുന്ന പേരാണ് സോഴ്സ് ഡോക്യുമെൻറ്റ്സ്. Business transactions are usually evidenced by an appropriate document such as cash memo, invoice, sales bill, pay-in slip, check, salary slip, voucher, etc. ഏതൊരു ബിസിനസ് ട്രാൻസാക്ഷനും ഒരു അപ്രോപ്രിയേറ്റ് എവിഡൻസ് ഉണ്ടായിരിക്കും, തെളിവുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു കമ്പ്യൂട്ടർ ഷോപ്പിലേക്ക് ചെന്ന് അവിടെ നിന്ന് നമ്മളൊരു ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യുകയാണ്. ആ ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ക്യാഷ് കൊടുക്കുന്നു, നമുക്ക് ലാപ്ടോപ്പ് ആ സ്ഥാപനം തരുന്നു. അതോടൊപ്പം നമുക്ക് എന്ത് തരും? ഒരു ഇൻവോയ്സ് തരും, അഥവാ ഒരു ബില്ല് തരും. ഈ ബില്ലിൽ എന്താണ് ഉണ്ടായിരിക്കുക? ആ ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷൻ ഉണ്ടായിരിക്കും, അതിൻ്റെ എമൗണ്ട് ഓഫ് ട്രാൻസാക്ഷൻ ഉണ്ടായിരിക്കും, GST എത്രയാണെന്നുണ്ടായിരിക്കും, അതുപോലെ നമുക്കത് ക്യാഷ് ആയിട്ടാണോ ക്രെഡിറ്റ് ആയിട്ടാണോ നമുക്ക് നൽകിയിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് ആ ബില്ലിലുണ്ടായിരിക്കും. നമ്മളതിനെ ഇൻവോയ്സ് എന്ന് പറയും, അല്ലെങ്കിൽ സെയിൽസ് ബിൽ എന്ന് പറയും. മറ്റൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷനിലെ ഒരു എംപ്ലോയിക്ക് നമ്മൾ സാലറി കൊടുക്കുമ്പോൾ
അതിനൊരു തെളിവ്, ആ സാലറി അയാൾ കൈപ്പറ്റിയതിൻ്റെ ഒരു തെളിവ് നമ്മുടെ ഒരു സാലറി രജിസ്റ്റർ ഉണ്ടായിരിക്കും, ഒരു സാലറി സ്ലിപ്പ് ഉണ്ടായിരിക്കും. അതുപോലെ നമ്മളൊരു ബാങ്കിൽ കുറച്ച് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്, നമുക്കത് പേയിൻ സ്ലിപ്പിൻ്റെ ഒരു കോപ്പി, ഒരു കൗണ്ടർ ഫോയിൽ നമുക്ക് തെളിവായിട്ട് നമ്മുടെ കയ്യിലുണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ ഏതൊരു ബിസിനസ് ട്രാൻസാക്ഷനെയും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു തെളിവ് ഉണ്ടായിരിക്കും. ഒരു അക്കൗണ്ടൻറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് ഇത്തരം പല തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ എന്താണ് സോഴ്സ് ഡോക്യുമെൻ്റ് എന്ന് നോക്കാം. എ ഡോക്യുമെൻറ്റ് വിച്ച് പ്രൊവൈഡ്സ് എവിഡൻസ് ഓഫ് ദ ട്രാൻസാക്ഷൻ ഈസ് കോൾഡ് ദ സോഴ്സ് ഡോക്യുമെൻറ്റ് ഓർ എ വൗച്ചർ. ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ്റെ തെളിവായി നമുക്ക് ലഭ്യമാകുന്ന ഒരു ഡോക്യുമെൻ്റാണ്, എഴുതി തയ്യാറാക്കിയ ഒരു രേഖയാണ് നമ്മൾ സോഴ്സ് ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ വൗച്ചർ എന്ന് പറയുന്നത്. All source documents are arranged in chronological order and they are serially numbered and kept in a separate file. ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ലഭ്യമായിട്ടുള്ള എല്ലാ സോഴ്സ് ഡോക്യുമെൻറ്റുകളെയും ക്രോണോളജിക്കൽ ഓർഡറിൽ നമ്പർ ചെയ്തിരിക്കണം. ഒരു സാമ്പത്തിക വർഷത്തിലെ മുഴുവൻ സോഴ്സ് ഡോക്യുമെൻറ്റുകളും ഡേറ്റ് ഓർഡറിൽ, നമ്പർ ഓർഡറിൽ, ഏപ്രിൽ 1 തുടങ്ങുന്ന സാമ്പത്തിക വർഷത്തിലാണെങ്കിൽ ഏപ്രിൽ 1 ആദ്യമായിട്ട് നടന്ന ബിസിനസ് ട്രാൻസാക്ഷൻ്റെ തെളിവ്, ബില്ലോ വൗച്ചറോ പെയിൻ സ്ലിപ്പോ മറ്റേത് തരത്തിലുള്ള സോഴ്സ് ഡോക്യുമെൻ്റ് ആണെങ്കിലും അതിന് നമ്പർ 1 എന്ന നമ്പർ കൊടുത്ത് നമ്മൾ ഫയൽ ചെയ്യും, ഒരു പ്രത്യേക ഫയലിൽ സൂക്ഷിക്കും. അങ്ങനെ അന്നു മുതൽ ആ ഓരോ ദിവസവും നടക്കുന്ന ഓരോ ട്രാൻസാക്ഷൻ്റെയും സോഴ്സ് ഡോക്യുമെൻറ്റിനെ നമ്മൾ കൃത്യമായി ഫയൽ ചെയ്ത് സൂക്ഷിക്കുന്നു. അങ്ങനെ ഫയൽ ചെയ്ത് സൂക്ഷിക്കുന്ന ഈ ഡോക്യുമെൻറ്റുകളുടെ അടിസ്ഥാനത്തിലാണ്, ഈ സോഴ്സ് ഡോക്യുമെൻറ്റുകളുടെ അടിസ്ഥാനത്തിലാണ് ഓരോ ബിസിനസ് ട്രാൻസാക്ഷനും ഓരോ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനും സ്ഥാപനത്തിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ അക്കൗണ്ടൻറ്റ് രേഖപ്പെടുത്തി വെക്കുന്നത്. ഓക്കെ, നമ്മളിവിടെ സോഴ്സ് ഡോക്യുമെൻറ്റിൻ്റെ ചില ഫോർമാറ്റുകളാണ്, ചില എക്സാമ്പിൾസാണ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ബില്ലുകളുണ്ട്, വൗച്ചറുകളുണ്ട്, അതുപോലെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്, പലതരത്തിലുള്ള സോഴ്സ് ഡോക്യുമെൻറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് നമ്മുടെ ഡേ ടു ഡേ കാര്യങ്ങൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നടത്തുന്ന ഓരോ ഇടപാടുകളുടെയും സോഴ്സ് ഡോക്യുമെൻറ്റ്, ബില്ലുകൾ, വൗച്ചറുകൾ, പെയിൻ സ്ലിപ്പുകൾ, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ, ചെക്ക് സ്ലിപ്പുകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് സോഴ്സ് ഡോക്യുമെൻ്റ് ആണ് എന്ന് പറയാൻ പറ്റും. ദെൻ നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടാണ് നമ്മൾ സോഴ്സ് ഡോക്യുമെൻ്റ് എന്താണെന്ന് മനസ്സിലാക്കിയത്. ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലൊരു, അഥവാ അക്കൗണ്ടൻറ്റിൻ്റെ കയ്യിലൊരു സോഴ്സ് ഡോക്യുമെൻ്റ് ഉണ്ടായിരിക്കണം. ഇനി ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്ത് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് അടുത്തതായി പറയാൻ പോകുന്നത്, അക്കൗണ്ടിങ് ഇക്വേഷൻ. നമ്മൾ ഈ അക്കൗണ്ടിങ് ഇക്വേഷൻ പഠിക്കുന്നതിന് മുമ്പ്, അതുപോലെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട 1-2 പ്രിൻസിപ്പിൾസ് ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ബിസിനസ് എൻറ്റിറ്റി ഓർ അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ആൻഡ് ഡ്യുവൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റ്. നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് പറയുന്നത് ബിസിനസ്സും ബിസിനസ്മാനും 2 സെപ്പറേറ്റ് എൻറ്റിറ്റീസാണ്. ബിസിനസ്സും ബിസിനസ്മാനും വേറെയാണ്. ബിസിനസ്മാൻ്റെ ക്യാപിറ്റലിനെ ബിസിനസ് ഒരു ലാബിലിറ്റി ആയി ട്രീറ്റ് ചെയ്യുന്നത് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് അനുസരിച്ചിട്ടാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ ഡ്യുവൽ ആസ്പെക്റ്റ് പ്രിൻസിപ്പിൾ ഓർ ഡ്യുവൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റ്. ഈ ഡ്യുവൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റ് എന്താ പറയുന്നത്? ഒരു ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷനും 2 ഫോൾഡ് എഫക്റ്റാണ്. 2 എഫക്റ്റ് ഉണ്ട്. അഥവാ ഒരു ഗിവിങ് ആസ്പെക്റ്റും ഒരു റിസീവിങ് ആസ്പെക്റ്റും. ഗിവ് ആൻഡ് ടേക്ക് ആണ് അല്ലേ? നമ്മളൊരു കമ്പ്യൂട്ടർ വാങ്ങിയ എക്സാമ്പിൾ പറഞ്ഞു. ഒരു കമ്പ്യൂട്ടർ വാങ്ങുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ക്യാഷ് അങ്ങോട്ട് കൊടുക്കുന്നു. അതേസമയം ഒരു കമ്പ്യൂട്ടർ ഇങ്ങോട്ട് വാങ്ങുന്നു. ഒരു ട്രാൻസാക്ഷന് 2 എഫക്റ്റ് ഉണ്ട്. അപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷനും 2 എഫക്റ്റ് ഉണ്ട്. അതുപോലെ ബിസിനസ്സും ബിസിനസ്മാനും 2ആണ്. ഈ പ്രിൻസിപ്പിൾസ് ഈ അക്കൗണ്ടിങ് ഇക്വേഷൻ പഠിക്കുന്ന സമയത്ത്, അതുപോലെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണമെന്ന് ആമുഖമായിട്ട് പറയുകയാണ്. അപ്പോൾ അക്കൗണ്ടിങ് ഇക്വേഷനിലേക്ക് പോവാം. അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള
ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള എല്ലാ സമയത്തും നമുക്ക് കൃത്യമായി ആവശ്യം വരുന്ന അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇക്വേഷനാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ. നമ്മൾ പഠിക്കാൻ പോകുന്ന ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഈ ശാസ്ത്രീയമായ അക്കൗണ്ടിങ് രീതി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഈ അക്കൗണ്ടിങ് ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, നമുക്ക് അക്കൗണ്ടിങ് ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. അക്കൗണ്ടിങ് ഇക്വേഷൻ പറയുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് ഒരു ബാലൻസ് ഷീറ്റാണ്. ബാലൻസ് ഷീറ്റ് എന്ന് നമ്മൾ കേട്ടു, ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെൻറ്റാണ് ബാലൻസ് ഷീറ്റ്. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ നമ്മൾ രണ്ടെണ്ണത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഒന്ന് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും, രണ്ട് ബാലൻസ് ഷീറ്റും. ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട് ദ റിസൾട്ട് ഓഫ് ബിസിനസ്. അതേസമയം ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നത് ടു ഡിസ്പ്ലേ the financial position of business in terms of its assets and liabilities. സ്ഥാപനത്തിന് എത്രമാത്രം അസറ്റ്സ് ഉണ്ട്, എത്രമാത്രം ക്യാപിറ്റൽ ഉണ്ട്, എത്രമാത്രം ലാബിലിറ്റി ഉണ്ട് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ബാലൻസ് ഷീറ്റ്. ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ്സിൻ്റെ ഏറ്റവും ലളിതമായ രൂപത്തിലുള്ള ഒരു ബാലൻസ് ഷീറ്റാണ്. അപ്പോൾ ഈ ബാലൻസ് ഷീറ്റിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് നോക്കുക. അവിടെ കാണുന്നത് എന്താണ്? അസറ്റ്സ് ആണ്. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, സ്റ്റോക്ക്, ഫർണിച്ചർ, മെഷീനറി ആൻഡ് ബിൽഡിംഗ്. ഇത്രയും അസറ്റ്സ് ഉണ്ട്. അതിൻ്റെയൊക്കെ വില എത്രയാണെന്ന് അതിൻ്റെ എമൗണ്ട് കോളത്തിലുണ്ട്. അതുപോലെ ലാബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ക്രെഡിറ്റേഴ്സ് ഉണ്ട്. 30,000 രൂപയുടെ ക്രെഡിറ്റേഴ്സ് ഉണ്ട്. ബാങ്ക് ലോൺ 20,000 രൂപയുടെ ബാങ്ക് ലോൺ ഉണ്ട്. ക്യാപിറ്റലായിട്ട് 1,50,000 രൂപയുണ്ട്. അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ആ ബിസിനസ് ഓൺ ചെയ്യുന്ന പ്രോപ്പർട്ടീസാണ്. പലതരം അസറ്റ്സിനെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. കറൻറ്റ് അസറ്റും ഫിക്സഡ് അസറ്റും ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ദെൻ ലാബിലിറ്റീസ്, ആ സൈഡിൽ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ലാബിലിറ്റി ഉണ്ട്, ബാങ്ക് ലോൺ എന്ന് പറയുന്ന ലാബിലിറ്റി ഉണ്ട്, അതുപോലെ ക്യാപിറ്റലുണ്ട്. അപ്പോൾ ഈ ബാലൻസ് ഷീറ്റിൻ്റെ അവിടെ പ്രത്യേകമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡും, അഥവാ അസറ്റ് സൈഡിലും അതുപോലെ ക്യാപിറ്റൽ ആൻഡ് ലാബിലിറ്റീസ് സൈഡിലും കാണുന്ന എമൗണ്ട്, ടോട്ടൽ എമൗണ്ട് എന്താണ്? 2 ലക്ഷം രൂപ. രണ്ടും ഒരേ എമൗണ്ടാണ്. ഈ ബാലൻസ് ഷീറ്റിൻ്റെ ഈ വാല്യൂ, ഈ ടോട്ടൽ അസറ്റ്സ് എല്ലായ്പ്പോഴും ലാബിലിറ്റീസിനും ക്യാപിറ്റലിനും തുല്യമായിരിക്കും. അപ്പോൾ ഈ ബാലൻസ് ഷീറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഈ സ്ഥാപനത്തിൻ്റെ ടോട്ടൽ അസറ്റ്സിൻ്റെ വാല്യൂ സ്ഥാപനത്തിൻ്റെ ടോട്ടൽ ലാബിലിറ്റീസിനും ക്യാപിറ്റലിനും തുല്യമാണ്. അക്കൗണ്ടിങ് ഇക്വേഷൻ പറയുന്നതും അതുതന്നെയാണ്. ടോട്ടൽ അസറ്റ്സ് ആർ ആൾവേസ് ഈക്വൽ ടു ടോട്ടൽ ലാബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ. അപ്പോൾ അക്കൗണ്ടിങ് ഇക്വേഷൻ ഇതാണ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു വിവരമാണ്. നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട, നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട വിവരമാണ്. ഒരു ബിസിനസ്സിൻ്റെ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ വാല്യൂ ഓഫ് അസറ്റ്സ് ഈക്വൽ ടു ഇറ്റ്സ് ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അപ്പോൾ അക്കൗണ്ടിങ് ഇക്വേഷനാണ് അസറ്റ്സ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് capital. Accounting equation states that the assets of a business are always equal to the total of its liabilities and capital. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ടോട്ടൽ വാല്യൂ ഓഫ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനത്തിൻ്റെ ടോട്ടൽ വാല്യൂ ഓഫ് ക്യാപിറ്റലിനും ലാബിലിറ്റീസിനും തുല്യമായിരിക്കും. അസറ്റ്സ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടീസാണ്, ബിസിനസ് ഓൺ ചെയ്യുന്ന പ്രോപ്പർട്ടീസാണ്. ആ പ്രോപ്പർട്ടീസൊക്കെ വാങ്ങാനുള്ള ഫണ്ട് എവിടെ നിന്നാണ് കിട്ടിയത്? ഫണ്ട് കിട്ടിയത് ഒന്ന് ബിസിനസ്മാൻ കൊടുത്ത ക്യാപിറ്റൽ, അതുപോലെ ഈ ബിസിനസ് മറ്റുള്ളവരിൽ നിന്ന് കടമായി വാങ്ങിയത്, അല്ലേ? അപ്പോൾ ടോട്ടൽ അസറ്റ്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ആ ബിസിനസ്സിൻ്റെ ടോട്ടൽ ക്യാപിറ്റലിനും ടോട്ടൽ ലാബിലിറ്റീസിനും തുല്യമായിരിക്കും എല്ലായ്പ്പോഴും. ഒരു ബിസിനസ്സിൽ എത്ര ട്രാൻസാക്ഷൻസ് കഴിഞ്ഞാലും ഈ അക്കൗണ്ടിങ് ഇക്വേഷൻ റിമെയിൻസ് as same, assets equal to liabilities plus capital. Then ഈ അക്കൗണ്ടിങ് ഇക്വേഷനെ നമുക്ക് വേറൊരു രീതിയിൽ പ്രസൻറ്റ് ചെയ്യാം. അഥവാ ഒരു ബിസിനസ്സിൻ്റെ ലാബിലിറ്റീസ് എത്രയാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ഇറ്റ്സ് അസറ്റ്സ് മൈനസ് ക്യാപിറ്റൽ. അതുപോലെ ഒരു ബിസിനസ്സിൻ്റെ ക്യാപിറ്റൽ എത്രയാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ദ വാല്യൂ ഓഫ് അസറ്റ്സ് മൈനസ് ലാബിലിറ്റീസ്.
അപ്പോൾ അസറ്റ്സ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്ന ഇക്വേഷനെ നമ്മളൊന്ന് മാറ്റി എഴുതിയതാണ്. ലാബിലിറ്റീസ് ഈക്വൽ ടു അസറ്റ്സ് മൈനസ് ക്യാപിറ്റൽ, ക്യാപിറ്റൽ ഈക്വൽ ടു അസറ്റ്സ് മൈനസ് ലാബിലിറ്റീസ്. ദെൻ എന്താണ് ഈ അക്കൗണ്ടിങ് ഇക്വേഷൻ സ്ഥാപനത്തിൽ ട്രാൻസാക്ഷൻസ് നടക്കുമ്പോൾ സംഭവിക്കുന്നതെന്ന് പറയാം. എ ബിസിനസ് ട്രാൻസാക്ഷൻ വിൽ റിസൾട്ട് ഇൻ ദ ചേഞ്ച് ഇൻ എയ്തർ ഓഫ് ദ അസറ്റ്സ്, ലാബിലിറ്റീസ് ഓർ ക്യാപിറ്റൽ ഇൻ ദ ഫേം. ഒരു ബിസിനസ്സിൽ ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ആ ബിസിനസ്സിൻ്റെ ഏതെങ്കിലും ഒരു അസറ്റിൻ്റെ വാല്യൂ കൂടുകയോ കുറയുകയോ ചെയ്യും, അല്ലെങ്കിൽ ലാബിലിറ്റീസിൻ്റെ വാല്യൂവിൽ കൂടലോ കുറവോ ഉണ്ടാകാം, അല്ലെങ്കിൽ ക്യാപിറ്റലിൻ്റെ വാല്യൂവിൽ ഏതെങ്കിലും തരത്തിലുള്ള കൂടുന്നതോ കുറയുന്നതോ ആയിട്ടുള്ള മാറ്റം ഉണ്ടാവാം. ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ബിസിനസ്സിലെ അസറ്റിനെയോ ക്യാപിറ്റലിനെയോ ലാബിലിറ്റിയെയോ അത് എഫക്റ്റ് ചെയ്യും, അത് ബാധിക്കും. എന്തെങ്കിലും കൂടുകയോ കുറയുകയോ ചെയ്യും. എത്ര ട്രാൻസാക്ഷൻ നടക്കുമ്പോഴും അപ്പോഴൊക്കെ ബിസിനസ്സിനെ ഈ രീതിയിൽ എഫക്റ്റ് ചെയ്യപ്പെടുന്നു. ആൻഡ് ഈവൻ ആഫ്റ്റർ ദ ചേഞ്ച് ദ അസറ്റ്സ് വിൽ ബി അഗെയിൻ ഈക്വൽ ടു ദ ടോട്ടൽ ക്യാപിറ്റൽ ആൻഡ് ലാബിലിറ്റീസ്. ഇങ്ങനെ എത്ര ട്രാൻസാക്ഷൻസ് നടന്നാലും അസറ്റിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഇറ്റ് ഈസ് ഈക്വൽ ടു ദ ടോട്ടൽ ഓഫ് ഇറ്റ്സ് ക്യാപിറ്റൽ ആൻഡ് ലാബിലിറ്റീസ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് അക്കൗണ്ടിങ് ഇക്വേഷനാണ്. അക്കൗണ്ടിങ് ഇക്വേഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം, ഏത് സമയത്തും ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ടോട്ടൽ വാല്യൂ ഓഫ് അസറ്റ്സ് ഈക്വൽ ടു ഇറ്റ്സ് ടോട്ടൽ വാല്യൂ ഓഫ് ലാബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ. ദെൻ ഈ അക്കൗണ്ടിങ് ഇക്വേഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. എഫക്റ്റ് ഓഫ് ട്രാൻസാക്ഷൻസ് ഇൻ അക്കൗണ്ടിങ് ഇക്വേഷൻ. ഓരോ ട്രാൻസാക്ഷൻസ് നടക്കുമ്പോഴും അക്കൗണ്ടിങ് ഇക്വേഷനിൽ എന്ത് മാറ്റം ഉണ്ടാകും? ഇതിനു വേണ്ടി നമ്മളൊരു ഇല്ലുസ്ട്രേഷൻ, ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. സപ്പോസ് ഗോപാൽ സ്റ്റാർട്ട്സ് എ ന്യൂ ബിസിനസ് ആൻഡ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ടേക്സ് പ്ലേസ്. ഗോപാൽ എന്ന് പറയുന്ന വ്യക്തി ഒരു ബിസിനസ് ആരംഭിക്കുകയാണ്. ആ ബിസിനസ്സിൽ നടന്ന ഒരു 6 ട്രാൻസാക്ഷൻസ് ഇവിടെ നമ്മൾ വിവരിക്കുന്നുണ്ട്. ആ 6 ട്രാൻസാക്ഷൻ നടക്കുമ്പോഴും അക്കൗണ്ടിങ് ഇക്വേഷൻ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഉണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ട്രാൻസാക്ഷനാണ് ഗോപാൽ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ₹75,000 ആസ് ക്യാപിറ്റൽ. ഗോപാൽ 75,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു ബിസിനസ് ആരംഭിച്ചു. അപ്പോൾ നമ്മുടെ മനസ്സിൽ വേണം, ബിസിനസ് വേറെ, ഗോപാൽ വേറെ, ഓർമ്മ വേണം. അപ്പോൾ ബിസിനസ്സിൻ്റെ കയ്യിലേക്ക് ക്യാഷ് വന്നു അല്ലേ? ബിസിനസ്സിൻ്റെ കയ്യിൽ ക്യാഷ് എന്ന് പറയുന്ന ഒരു അസറ്റ് ഉണ്ടായി. ആരാ കൊടുത്തത്? ഗോപാലാണ് കൊടുത്തത്. ആരാണ് ഗോപാൽ? ബിസിനസ്മാനാണ്. ബിസിനസ്മാൻ വേറൊരു വ്യക്തിയാണ്. ബിസിനസ്സിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ 75,000 രൂപ എന്ന് പറയുന്ന ക്യാഷ് എന്ന് പറയുന്ന ഒരു അസറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അതേസമയം നമ്മുടെ ബിസിനസ്സിന് ഒരു ക്യാപിറ്റൽ എന്ന് പറയുന്ന ഓണേഴ്സിനുള്ള ഒരു ക്ലെയിമും ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. നമ്മളതിനെ ഓണേഴ്സ് ഇക്വിറ്റി അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്ന് പറയും. അഥവാ ഈ ബിസിനസ്സിൻ്റെ കയ്യിൽ 75,000 രൂപ ക്യാഷ് ഉണ്ട്. അതേസമയം ഈ ബിസിനസ് ഗോപാലിന് 75,000 രൂപ ക്യാപിറ്റൽ എന്ന കണക്കിൽ കൊടുക്കാനുണ്ട്. ബിസിനസ്സിൻ്റെ കയ്യിൽ 75,000 രൂപയുടെ ക്യാഷ് എന്ന് പറയുന്ന ഒരു അസറ്റ് ഉണ്ട്. അതേസമയം ബിസിനസ്സിന് ക്യാപിറ്റൽ 75,000 രൂപ ക്ലെയിം ഉണ്ട്. ഓക്കെ, നമുക്കിത് എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ദ എഫക്റ്റ് ഓഫ് ദ ട്രാൻസാക്ഷൻ വിൽ ബി ദാറ്റ് ദ ഫേം ഹാസ് റിസീവ്ഡ് അസറ്റ്സ് ടോട്ടലിംഗ് ₹75,000 ഇൻ ദ ഫോം ഓഫ് ക്യാഷ്. ഈ ഫേമിന്, ഈ ബിസിനസ്സിന് 75,000 രൂപയുടെ അസറ്റ്, ക്യാഷ് എന്ന രൂപത്തിലുള്ള അസറ്റ് കിട്ടി. ആൻഡ് ദ ക്ലെയിംസ് അഗെയിൻസ്റ്റ് ദ ഫേം ആർ ആൾസോ ₹75,000 ഇൻ ദ ഫോം ഓഫ് ക്യാപിറ്റൽ. അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ 75,000 രൂപയുടെ ക്ലെയിമും ഉണ്ട്. ആരുടെ ക്ലെയിമാണ്? ഗോപാലിൻ്റെ ക്ലെയിം, ഗോപാലിന് കൊടുക്കാനുണ്ട്. ഓക്കെ, ദ ട്രാൻസാക്ഷൻ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ദ ഫോം ഓഫ് ആൻ അക്കൗണ്ടിങ് ഇക്വേഷൻ ആസ് ഫോളോസ്. നമ്മുടെ താഴെ അക്കൗണ്ടിങ് ഇക്വേഷൻ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അസറ്റ്സ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ അല്ലേ? നിങ്ങളിത് നോട്ടിലേക്ക് എഴുതുമ്പോൾ ഇതുപോലെ ഒരു ഗ്യാപ്പ് ഇട്ട്, അസറ്റ്സ് എഴുതി കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നോട്ടിലേക്ക് എഴുതാൻ. നമുക്ക് അസറ്റ്സ് ഓരോന്ന് സെപ്പറേറ്റ് ചെയ്ത് എഴുതാനുള്ള സ്പേസ് കൂടി കാണാൻ വേണ്ടിയാണ്. അപ്പോൾ അസറ്റ്സിൽ എന്താണ് ഇവിടെ വന്ന അസറ്റ്? ക്യാഷാണ് വന്ന അസറ്റ് അല്ലേ? എത്ര രൂപ വന്നു? 75,000. അതേസമയം
ക്യാപിറ്റൽ, ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ സൈഡിൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് 75,000 രൂപയുടെ ക്ലെയിം ഉണ്ട്. അപ്പോൾ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്താണ്? 75,000 അസറ്റ്സ് ഈക്വൽ ടു 75,000 ക്യാപിറ്റൽ. നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ കറക്റ്റ് ആണല്ലോ. അസറ്റ്സ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഓക്കെ, ദെൻ ഇവിടെ ഗോപാലിൻ്റെ സ്ഥാപനത്തിൽ നടന്ന രണ്ടാമത്തെ ട്രാൻസാക്ഷനാണ് പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ് ഫോർ ₹5,000. 5,000 രൂപയുടെ ഫർണിച്ചർ വാങ്ങിച്ചു. ഗോപാലിൻ്റെ ബിസിനസ് ആരംഭിച്ചു. അത് കഴിഞ്ഞ് ആ ബിസിനസ് ആരംഭിക്കുന്നതാണ് ആദ്യത്തെ ട്രാൻസാക്ഷൻ. ദെൻ രണ്ടാമത്തെ ട്രാൻസാക്ഷനാണ് ഫർണിച്ചർ വാങ്ങിച്ചു, ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഒരു അസറ്റ് വാങ്ങിച്ചു. ഇവിടെ നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ എങ്ങനെയാണ്, ഇതിൽ എന്ത് എഫക്റ്റാണ് ഈ ട്രാൻസാക്ഷൻ ഉണ്ടാക്കിയത്? ദ എഫക്റ്റ് ഓഫ് ദിസ് ട്രാൻസാക്ഷൻ ഈസ് ദാറ്റ് ദ ക്യാഷ് റെഡ്യൂസ്ഡ് ബൈ ₹5,000. ഫർണിച്ചർ വാങ്ങിയപ്പോൾ 5,000 രൂപ ക്യാഷ് കൊടുത്തിട്ടുണ്ട്. ക്യാഷ് കൊടുത്താണ് വാങ്ങിയെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മുടെ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് 5,000 രൂപ കുറഞ്ഞു. ബട്ട് എ ന്യൂ അസറ്റ് ഓഫ് ദ സെയിം എമൗണ്ട് ഹാസ് ബീൻ അക്വയർഡ്. പക്ഷേ അതിന് തുല്യമായ വാല്യൂ ഉള്ള ഫർണിച്ചർ നമ്മൾ നേടി. 5,000 ക്യാഷ് കുറഞ്ഞു, അതേസമയം 5,000 വാല്യൂ ഉള്ള ഫർണിച്ചർ നമ്മൾ നേടി, നമ്മുടെ ബിസിനസ് നേടി. അപ്പോൾ ബിസിനസ്സിൻ്റെ 5,000 രൂപ അസറ്റ് കുറഞ്ഞപ്പോൾ പകരം വേറൊരു അസറ്റ് കടന്നു വന്നു, ഇൻക്രീസ് ചെയ്തു 5,000 രൂപക്കുള്ളത്. The transaction decreases one asset and at the same time increases other asset with the same amount, leaving the total of assets unchanged. The equation will appear as follows. ഇക്വേഷനിൽ എന്ത് മാറ്റം ഉണ്ടായി നോക്കാം. നമ്മൾ ഫർണിച്ചർ വാങ്ങിയതോടുകൂടി അസറ്റ് സൈഡിൽ ഫർണിച്ചർ എന്ന് പറയുന്ന ഒരു അസറ്റ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അസറ്റ്സ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. നമ്മുടെ ഓൾഡ് അക്കൗണ്ടിങ് ഇക്വേഷൻ എന്താണ്? 75,000 ഈക്വൽ ടു 75,000. അഥവാ കഴിഞ്ഞ ഒരു ട്രാൻസാക്ഷൻ കഴിഞ്ഞപ്പോഴുള്ള അക്കൗണ്ടിങ് ഇക്വേഷൻ 75,000 ഈക്വൽ ടു 75,000. ദെൻ നമ്മൾ ഈ ട്രാൻസാക്ഷനിൽ എന്താണ് സംഭവിച്ചത്? 5,000 രൂപയുടെ ക്യാഷ് മൈനസായി. ഈ ട്രാൻസാക്ഷൻ രണ്ടാമത്തെ ട്രാൻസാക്ഷൻ നടന്നപ്പോൾ 5,000 രൂപയുടെ ക്യാഷ് കുറഞ്ഞു, അതേസമയം ഫർണിച്ചർ എന്ന് പറയുന്ന പുതിയൊരു അസറ്റ് കൂടി, 5,000 രൂപയുടെ ഫർണിച്ചർ കൂടി. അപ്പോൾ നമ്മൾ പുതിയ ഇക്വേഷൻ, ന്യൂ അക്കൗണ്ടിങ് ഇക്വേഷൻ ആഫ്റ്റർ ദ സെക്കൻഡ് ട്രാൻസാക്ഷൻ എന്തായിരിക്കും? 70,000 അഥവാ 75,000 മൈനസ് 5,000 70,000 പ്ലസ് 5,000 ഫർണിച്ചർ ഈക്വൽ ടു ലാബിലിറ്റി 0 ക്യാപിറ്റൽ 75,000. ഇപ്പോൾ അക്കൗണ്ടിങ് ഇക്വേഷൻ ഇപ്പോഴും സെയിം ആണ്. അസറ്റ് ടോട്ടൽ 75,000, ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ ടോട്ടൽ 75,000. അപ്പോൾ രണ്ടാമത്തെ ട്രാൻസാക്ഷൻ കഴിഞ്ഞപ്പോഴും നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ റിമെയിൻ സെയിം. നമ്മൾ പ്രൂവ് ചെയ്യാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ കറക്റ്റ് ആണെന്ന്. ഓക്കെ, ദെൻ ട്രാൻസാക്ഷൻ നമ്പർ 3. ഗോപാലിൻ്റെ ഈ സ്ഥാപനത്തിൽ മൂന്നാമതായി നടന്ന ട്രാൻസാക്ഷനാണ് പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ₹20,000. 20,000 രൂപയുടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്തു, ഗുഡ്സ് വാങ്ങി. എന്തിനാ ഗോപാലിൻ്റെ സ്ഥാപനത്തിലേക്ക് ഗുഡ്സ് വാങ്ങിയത്? ഗോപാൽ തന്നെയാണ് ഇത് വാങ്ങുന്നത്. നമ്മൾ അക്കൗണ്ടിങ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഗോപാലും ബിസിനസ്സും വേറെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഗോപാലിനെ മാറ്റി നിർത്തി സംസാരിക്കുന്നത്, ബിസിനസ്സിൻ്റെ ഭാഗത്തുനിന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഗോപാൽ ഗുഡ്സ് വാങ്ങി. എന്തിനാ ഗുഡ്സ് വാങ്ങിയത്? വിൽക്കാൻ വേണ്ടിയിട്ട് ഗോപാൽ ഈ സ്ഥാപനത്തിലേക്ക് കുറച്ച് ചരക്കുകൾ വാങ്ങി വെച്ചു. അപ്പോൾ ബിസിനസ്സിൻ്റെ അസറ്റ്സിലും ലാബിലിറ്റീസിലും അല്ലെങ്കിൽ ക്യാപിറ്റലിൽ എന്ത് മാറ്റം ഉണ്ടാവുമെന്ന് നോക്കാം. ആസ് എ റിസൾട്ട് ഓഫ് ദിസ് ട്രാൻസാക്ഷൻ ക്യാഷ് ബാലൻസ് ഈസ് റെഡ്യൂസ്ഡ് ആൻഡ് അനദർ അസറ്റ് സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് ഹാസ് കം. ക്യാഷ് ബാലൻസ് വീണ്ടും കുറഞ്ഞു. ബിസിനസ്സിൻ്റെ കയ്യിൽ 70,000 രൂപ ക്യാഷ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ട്രാൻസാക്ഷൻ കഴിഞ്ഞപ്പോൾ. അതിൽ നിന്ന് 20,000 രൂപ പോയി. എന്തിനു വേണ്ടി പോയി? ആ ക്യാഷ് ഔട്ട്ഫ്ലോ എന്തിനു വേണ്ടിയായിരുന്നു? ടു പർച്ചേസ് സം ഗുഡ്സ്. ആ 20,000 രൂപ പോയപ്പോൾ പകരം നമുക്ക് 20,000 രൂപ വാല്യൂ ഉള്ള കുറേ ചരക്കുകൾ വന്നു, ഗുഡ്സ് വന്നു. അതിന് നമ്മൾ സ്റ്റോക്ക് എന്ന് പറയും. വിൽക്കാൻ വേണ്ടി സ്റ്റോർ ചെയ്ത സാധനങ്ങളെയാണല്ലോ നമ്മൾ സ്റ്റോക്ക് എന്ന് പറയുന്നത്, നേരത്തെ പഠിച്ചതാണ്. അപ്പോൾ 20,000 രൂപ കുറഞ്ഞു, ക്യാഷ് കുറഞ്ഞു, പകരം 20,000 രൂപയുടെ സ്റ്റോക്ക് വന്നു. ലീവിങ് ദ ടോട്ടൽ ഓഫ് ദ അസറ്റ്സ് അൺചേഞ്ച്ഡ്. അസറ്റ്സിൽ എന്തെങ്കിലും മാറ്റം വന്നോ? ഇല്ല. അതിൻ്റെ വാല്യൂ ഓഫ് ടോട്ടൽ അസറ്റ്സ് വിൽ ബി സെയിം ആഫ്റ്റർ even the third transaction. The equation will appear as follows. നോക്കുക, അസറ്റ്സ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. നമ്മൾ പുതിയ ട്രാൻസാക്ഷൻ നടന്നപ്പോൾ അതിലേക്ക് അസറ്റിൻ്റെ കൂട്ടത്തിലേക്ക് സ്റ്റോക്ക് കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ഓൾഡ് ഇക്വേഷൻ എന്തായിരുന്നു? 70,000 പ്ലസ്
5,000 പ്ലസ് 0 പ്ലസ് 75,000. ഓക്കെ, അതായത് അസറ്റ് സൈഡിൽ 70,000 രൂപയുടെ ക്യാഷ് ഉണ്ട്, 5,000 രൂപയുടെ ഫർണിച്ചർ ഉണ്ട്. ലാബിലിറ്റി ആയിട്ടൊന്നുമില്ല. അതേസമയം ക്യാപിറ്റൽ ഓണറുടെ ക്ലെയിം ആയിട്ട് നമ്മുടെ സ്ഥാപനത്തിൽ 75,000 രൂപ ക്ലെയിം ഉണ്ട്. ഓക്കെ, ദെൻ ഇനി ട്രാൻസാക്ഷൻ നടന്നപ്പോൾ എന്ത് മാറ്റം ഉണ്ടായി നോക്കാം. ക്യാഷിൽ നിന്ന് 20,000 രൂപ കുറഞ്ഞു. എന്തുകൊണ്ടാണ് 20,000 രൂപ കുറഞ്ഞത്? ഗുഡ്സ് വാങ്ങിയത് എത്ര രൂപക്കാണ്? 20,000 രൂപക്കാണ് ഗുഡ്സ് വാങ്ങിയത്. അപ്പോൾ ക്യാഷ് കൊടുത്തു, 20,000 രൂപ ക്യാഷ് ബാലൻസ് കുറഞ്ഞു. ഫർണിച്ചറിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായോ ഈ മൂന്നാമത്തെ ട്രാൻസാക്ഷൻ നടന്നപ്പോൾ? ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. അതേസമയം സ്റ്റോക്ക് എന്ന് പറയുന്ന കുറേ ഗുഡ്സ് നമ്മുടെ സ്ഥാപനത്തിൽ വന്നു. സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു അസറ്റ് ഇൻക്രീസ് ചെയ്തു. ദെൻ ഈക്വൽ ടു ലാബിലിറ്റീസ് മാറ്റമൊന്നുമില്ല. ക്യാപിറ്റലിനും ഈ മൂന്നാമത്തെ ഒരു ട്രാൻസാക്ഷൻ കൊണ്ട് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. അപ്പോൾ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്താവുന്നു? ഈക്വൽ ടു 50,000 ക്യാഷ്, 70,000 നിന്ന് 20,000 കുറഞ്ഞതാണ് 50,000, പ്ലസ് ഫർണിച്ചർ 5,000 പ്ലസ് സ്റ്റോക്ക് 20,000 ഈക്വൽ ടു 0 പ്ലസ് ക്യാപിറ്റൽ 75,000. ഓക്കെ, ഇപ്പോഴും അക്കൗണ്ടിങ് ഇക്വേഷൻ റിമെയിൻ സെയിം. നോക്കുക, ടോട്ടൽ നോക്കുക. അസറ്റ് ടോട്ടൽ 75,000 രൂപയാണ്. ക്യാപിറ്റൽ പ്ലസ് ലാബിലിറ്റീസ് ടോട്ടൽ 75,000 രൂപയാണ്. നോ ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് ഇക്വേഷൻ. അക്കൗണ്ടിങ് ഇക്വേഷൻ പറയുന്നത് കോടിക്കണക്കിന് ട്രാൻസാക്ഷൻസ് നടന്നാലും അക്കൗണ്ടിങ് ഇക്വേഷൻ പ്രകാരം ഒരു ബിസിനസ്സിൻ്റെ ടോട്ടൽ അസറ്റ്സ് ഈസ് ആൾവേസ് ഈക്വൽ ടു ഇറ്റ്സ് ക്യാപിറ്റൽ ആൻഡ് ലാബിലിറ്റീസ്. ദെൻ ഫോർത്ത് ട്രാൻസാക്ഷൻ നോക്കുക. പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫോർ ₹16,000. കടമായിട്ട് 16,000 രൂപയുടെ സാധനങ്ങൾ വാങ്ങിച്ചു. 16,000 രൂപക്ക് കടമായിട്ടാണ് വാങ്ങിയത്. ഏതോ ഒരാളുടെ അല്ലെങ്കിൽ മറ്റൊരു കമ്പനിയിൽ നിന്ന് കുറേ ഗുഡ്സ് വാങ്ങിച്ചു, ക്യാഷ് കൊടുത്തിട്ടില്ല. ദിസ് ട്രാൻസാക്ഷൻ വിൽ ഇൻക്രീസ് ഗുഡ്സ് ഓൺ ദ അസറ്റ് സൈഡ്. അസറ്റ് സൈഡിൽ എന്ത് ചെയ്തു? നമ്മുടെ സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് 16,000 രൂപ കൂടി, അതിൻ്റെ വാല്യൂ 16,000 ഇൻക്രീസ് ചെയ്തു. ആൻഡ് വിൽ ക്രിയേറ്റ് എ ലാബിലിറ്റി ഇൻ ദ ഫോം ഓഫ് ക്രെഡിറ്റേഴ്സ്. പകരം നമ്മൾ ക്യാഷ് കൊടുക്കാത്തത് കൊണ്ട് നമുക്കൊരു ലാബിലിറ്റി കൂടിയിട്ടുണ്ട്. എന്താണ് ലാബിലിറ്റി? ലാബിലിറ്റി ഈസ് ദ എമൗണ്ട് പേയബിൾ ടു സംവൺ ഓൺ എ ഫ്യൂച്ചർ ഡേറ്റ്. ആർക്കെങ്കിലും എന്തെങ്കിലും സാധനം വാങ്ങിയ വകയിലോ അല്ലെങ്കിൽ വേറെ വല്ല അസറ്റ്സ് വാങ്ങിയ വകയിലോ വല്ല സർവീസ് നമ്മൾ നേടിയ വകയിലോ എന്തെങ്കിലും എമൗണ്ട് കൊടുക്കാനുണ്ടെങ്കിൽ അതൊരു ലാബിലിറ്റിയാണ്. ഇവിടെ സാധനങ്ങൾ വാങ്ങിയ വകയിൽ 16,000 രൂപ ആർക്കോ കൊടുക്കാനുണ്ട്. അപ്പോൾ ഒരു ലാബിലിറ്റി ഇൻക്രീസ് ചെയ്തു, ഒരു അസറ്റും ഇൻക്രീസ് ചെയ്തു, അതേസമയം ഒരു ലാബിലിറ്റിയും ഇൻക്രീസ് ചെയ്തു. ദ പേഴ്സൺ ഫ്രം ഹൂം ദ ഗുഡ്സ് ഹാവ് ബീൻ പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ് ഓർ കോൾഡ് ക്രെഡിറ്റേഴ്സ്. അല്ലേ, നമ്മളിവിടെ കൂടിയ ലാബിലിറ്റി ഏതാണ്? ക്രെഡിറ്റർ എന്ന് പറയുന്ന ലാബിലിറ്റിയാണ് കൂടിയത്. ദ ഇക്വേഷൻ വിൽ ബി ആസ് ഫോളോസ്. അസറ്റ്സ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. എന്താണ് അസറ്റ്സ് നിലവിൽ ഉണ്ടായിരുന്നത്? ക്യാഷ് ഉണ്ടായിരുന്നു, ഫർണിച്ചർ ഉണ്ടായിരുന്നു, സ്റ്റോക്ക് ഉണ്ടായിരുന്നു. ലാബിലിറ്റീസിൽ എന്തൊക്കെയുള്ളത്? ഇപ്പോൾ പുതുതായിട്ട് ഈ ട്രാൻസാക്ഷൻ വഴി നമുക്ക് ലാബിലിറ്റീസിൽ ക്രെഡിറ്റേഴ്സ് കൂടിയിട്ടുണ്ട്, പ്ലസ് ക്യാപിറ്റൽ. ദെൻ ഓൾഡ് ഇക്വേഷൻ എന്തായിരുന്നു? 50,000 ക്യാഷ് പ്ലസ് 5,000 ഫർണിച്ചർ പ്ലസ് 20,000 സ്റ്റോക്ക് ഈക്വൽ ടു 0 പ്ലസ് 75,000. ഇതായിരുന്നു കഴിഞ്ഞ ട്രാൻസാക്ഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള അക്കൗണ്ടിങ് ഇക്വേഷൻ. ദെൻ ഇപ്പോൾ നടന്ന ട്രാൻസാക്ഷൻ വഴി എന്ത് മാറ്റം ഉണ്ടായി? ക്യാഷിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായോ? ഇല്ല, ക്യാഷ് പേയ്മെൻറ്റ് നടത്തിയില്ല, കടത്തിനാണ് വാങ്ങിച്ചത്. ഫർണിച്ചറിൻ്റെ വാല്യൂയിൽ ഒരു മാറ്റം ഉണ്ടായില്ല, കാരണം ഇവിടെ ഫർണിച്ചർ വന്നിട്ടില്ല, അല്ലെങ്കിൽ അതിൽ നിന്ന് പോയിട്ടില്ല, ഒന്നും നടന്നിട്ടില്ല. ദെൻ സ്റ്റോക്കിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായോ? സ്റ്റോക്കിൽ മാറ്റം ഉണ്ടായി. എത്ര രൂപയുടെ മാറ്റം ഉണ്ടായി? 16,000 രൂപയുടെ മാറ്റം ഉണ്ടായി. ഇൻക്രീസ് അല്ലേ, പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫോർ ₹16,000. 16,000 രൂപയുടെ ഗുഡ്സ് നമ്മുടെ സ്ഥാപനത്തിൽ ഇൻക്രീസ് ചെയ്തു. പക്ഷേ അതേസമയം ഒരു ക്ലെയിം ഉണ്ടായിട്ടുണ്ട്. ഒരു പുറത്തുള്ള ഒരു പാർട്ടിയുടെ, നമ്മൾ സാധനങ്ങൾ വാങ്ങിയ ആ കക്ഷിയുടെ നമ്മുടെ സ്ഥാപനത്തിൽ ഒരു ക്ലെയിം പുതുതായി വന്നിട്ടുണ്ട്. ആ ക്ലെയിമിന് അത് ലാബിലിറ്റിയാണ്. ഏത് തരത്തിലുള്ള ലാബിലിറ്റിയാണ്? ക്രെഡിറ്റേഴ്സാണ്. സാധനങ്ങൾ വാങ്ങിയ വകയിൽ നമ്മൾ ക്യാഷ് കൊടുക്കാനുണ്ട്. അപ്പോൾ ലാബിലിറ്റി ഇൻക്രീസ് ചെയ്തു 16,000 രൂപ. ക്യാപിറ്റൽ സൈഡിൽ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ന്യൂ അക്കൗണ്ടിങ് ഇക്വേഷൻ എങ്ങനെയാണ്? അസറ്റ്സ് ക്യാഷ് 50,000 പ്ലസ് ഫർണിച്ചർ 5,000 പ്ലസ് 36,000 സ്റ്റോക്ക്. മുമ്പ് 20,000 സ്റ്റോക്കായിരുന്നു,
ഇപ്പോൾ ഈ ട്രാൻസാക്ഷൻ നാലാമത്തെ ട്രാൻസാക്ഷൻ നടന്നതിന് ശേഷം അത് 36,000 ഇൻക്രീസ് ചെയ്തു. അതേസമയം ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ സൈഡിൽ 16,000 രൂപയുടെ ക്രെഡിറ്റേഴ്സ് ഉണ്ട്, അതേസമയം 75,000 രൂപയുടെ ക്യാപിറ്റൽ ഉണ്ട്. അപ്പം നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷനിൽ എന്ത് മാറ്റം ഉണ്ടായി? ടോട്ടൽ 91,000 ആണ് അസറ്റ്സ്, ടോട്ടൽ 91,000 ആണ് ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ദെൻ അടുത്തൊരു ട്രാൻസാക്ഷൻ ആണ് ഗുഡ്സ് കോസ്റ്റിംഗ് ₹12,000 സോൾഡ് ഓൺ ക്രെഡിറ്റ് ഫോർ ₹15,000. നമ്മുടെ കയ്യിൽ കുറേ ഗുഡ്സ് ഉണ്ട്, 36,000 രൂപയുടെ ഗുഡ്സ് ഉണ്ട്. ആ ഗുഡ്സിൽ 12,000 രൂപ വില വരുന്ന ഗുഡ്സ് സ്റ്റോക്കിൽ നിന്ന് നമ്മൾ ഒരു പാർട്ടിക്ക് 15,000 രൂപക്ക് വിറ്റു. 12,000 രൂപ വരുന്ന ഗുഡ്സ് 15,000 രൂപക്ക് വിറ്റു എന്ന് പറഞ്ഞാൽ 3,000 രൂപ പ്രോഫിറ്റ് ആണ്. ദിസ് ട്രാൻസാക്ഷൻ വിൽ ഗീവ് റൈസ് ടു എ ന്യൂ അസറ്റ് ഇൻ ദ ഫോം ഓഫ് ഡെപ്റ്റേഴ്സ് ടു ദ എക്സ്റ്റെൻഡ് ഓഫ് ₹15,000. നമ്മൾ കടത്തിനാണ് വിറ്റത്, അപ്പോൾ നമുക്ക് അയാൾ ക്യാഷ് തരാനുണ്ട്. ആ പാർട്ടിയെ പറയുന്ന പേര് ഡെപ്റ്റർ എന്നാണ്. ഡെപ്റ്റർ എന്ന് പറഞ്ഞാൽ അസറ്റാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബട്ട് ദ ഗുഡ്സ് വിൽ ബി റെഡ്യൂസ്ഡ് ഓൺലി ബൈ 12,000. 15,000 രൂപക്ക് ഗുഡ്സ് വിറ്റു, പക്ഷേ ഗുഡ്സ് കുറഞ്ഞത് എത്ര വാല്യൂ ആണ്? 12,000 രൂപയുടെ സ്റ്റോക്കാണ് കുറഞ്ഞത്. നമുക്ക് ഡെപ്റ്റർ തരാനുള്ളത് 15,000 രൂപയാണ്. ദ നെറ്റ് ഇൻക്രീസ് ഇൻ അസറ്റ്സ് ₹3,000 ഈസ് ദ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് വിച്ച് വിൽ ബി ആഡഡ് ടു ദ ക്യാപിറ്റൽ. അപ്പോൾ 3,000 രൂപ പ്രോഫിറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ആർക്കുള്ളതാണ്? ഓണറുടെ ക്ലെയിമിലേക്ക് ആഡ് ചെയ്യപ്പെടും, അഥവാ ക്യാപിറ്റലിനോട് കൂടി കൂട്ടണം പ്രോഫിറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ. ദ എഫക്റ്റ് ഓഫ് ദ ട്രാൻസാക്ഷൻ ഹാസ് ബീൻ എക്സ്പ്ലെയിൻഡ് ഇൻ ദ ഫോളോയിങ് ഇക്വേഷൻ. ഓൾഡ് ഇക്വേഷൻ നോക്കുക. ക്യാഷ് 50,000, ഫർണിച്ചർ 5,000, സ്റ്റോക്ക് 36,000 ഈക്വൽ ടു 16,000 ക്രെഡിറ്റേഴ്സ്, 75,000 ക്യാപിറ്റൽ. പുതിയ ട്രാൻസാക്ഷൻ നടന്നപ്പോൾ എന്ത് സംഭവിച്ചു? ക്യാഷിൽ മാറ്റമൊന്നുമില്ല. ഇവിടെ ക്യാഷ് വരിക പോവുക ഒന്നും ചെയ്തിട്ടില്ല, 0. ഫർണിച്ചർ 0, ഒരു മാറ്റവും വന്നിട്ടില്ല. അതേസമയം സ്റ്റോക്കിൽ 12,000 രൂപ വാല്യൂ കുറഞ്ഞു. കാരണം നമ്മൾ വിറ്റത് 12,000 രൂപ വില വരുന്ന ഗുഡ്സാണ്. പ്ലസ് പുതിയൊരു അസറ്റ് ഉണ്ടായി. ഏതാണ് അസറ്റ്? ഡെപ്റ്റേഴ്സ് ആണ്. എത്ര രൂപയാണ് ഡെപ്റ്റേഴ്സ് നമുക്ക് തരാനുള്ളത്? 15,000 രൂപയാണ്. ഈക്വൽ ടു 0. ക്രെഡിറ്റേഴ്സിൽ ഈ ട്രാൻസാക്ഷൻ കൊണ്ട് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. അതേസമയം ക്യാപിറ്റലിലേക്ക് 3,000 രൂപ കൂട്ടിച്ചേർക്കപ്പെട്ടു. ഏതാണ് 3,000 രൂപ? പ്രോഫിറ്റാണ്. 12,000 രൂപയുടെ സാധനങ്ങൾ 15,000 വിറ്റ പ്രോഫിറ്റ്. അപ്പോൾ ന്യൂ അക്കൗണ്ടിങ് ഇക്വേഷൻ: ക്യാഷ് 50,000, ഫർണിച്ചർ 5,000, സ്റ്റോക്ക് 24,000, ഡെപ്റ്റേഴ്സ് 15,000 ഈസ് ഈക്വൽ ടു 16,000 ലാബിലിറ്റീസ് പ്ലസ് 78,000 ക്യാപിറ്റൽ. അടുത്തൊരു ട്രാൻസാക്ഷനാണ് പെയ്ഡ് 1,000 ഫോർ റെൻറ്റ്. ബിൽഡിങ്ങിൻ്റെ റെൻറ്റ് കൊടുത്തെന്ന് അസ്യൂം ചെയ്യുക. വാടക കൊടുത്തു 1,000 രൂപ. വാടക കൊടുത്താൽ നമ്മൾ എന്താ കൊടുത്ത്? ക്യാഷാണ് കൊടുത്തത്. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കുറഞ്ഞു. അതേസമയം നമുക്ക് എന്തെങ്കിലും അസറ്റ് കിട്ടിയോ? ഇല്ല, ഒരു അസറ്റും കിട്ടിയിട്ടില്ല. ആ ബിൽഡിംഗ് ഉപയോഗിച്ചു. ഒരു ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ് റെൻറ്റ്. ഒരു എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ എക്സ്പെൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തിരിച്ച് എന്തെങ്കിലും ഒരു അസറ്റ് വരുന്നില്ല. ദ എഫക്റ്റ് ഓഫ് ദ ട്രാൻസാക്ഷൻ ഈസ് ദാറ്റ് ഫസ്റ്റ്ലി ഇറ്റ് റെഡ്യൂസസ് ക്യാഷ് ആൻഡ് സെക്കൻഡ്ലി ആസ് ദ റെൻറ്റ് ഈസ് ആൻ എക്സ്പെൻസ് ഇറ്റ് റിസൾട്ട് ഇൻ ലോസ് വിച്ച് ഡിക്രീസ് ഇൻ ദ ക്യാപിറ്റൽ. അപ്പോൾ റെൻറ്റ് കൊടുത്തപ്പോൾ നമുക്ക് വേറെ അസറ്റൊന്നും കിട്ടിയിട്ടില്ല. ഇതൊരു എക്സ്പെൻസ് ആണ്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് എവിടെ കുറവ് വരും? ബിസിനസ്മാൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്ന ആ അക്കൗണ്ടിൽ അത്രയും രൂപ മൈനസ് ആവും. അപ്പോൾ ഓൾഡ് ഇക്വേഷൻ ക്യാഷ് 50,000, ഫർണിച്ചർ 5,000 പ്ലസ് സ്റ്റോക്ക് 24,000 പ്ലസ് ഡെപ്റ്റേഴ്സ് 15,000 ഈക്വൽ ടു ക്രെഡിറ്റേഴ്സ് പ്ലസ് 16,000 പ്ലസ് 78,000 ക്യാപിറ്റൽ. ഇപ്പോൾ ഈ ആറാമത്തെ ട്രാൻസാക്ഷൻ നടന്നപ്പോൾ എന്ത് മാറ്റം ഉണ്ടായത്? ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് 1,000 രൂപ കുറഞ്ഞു. വേറെ എന്തെങ്കിലും അസറ്റ് വന്നോ? വേറൊരു അസറ്റും വന്നിട്ടില്ല. ഈക്വൽ ടു ലാബിലിറ്റി സൈഡിലും പ്രത്യേകിച്ച് മാറ്റം ഉണ്ടായില്ല. പക്ഷേ ക്യാപിറ്റലിൽ നമ്മൾ 1,000 രൂപ മൈനസ് ചെയ്യണം. അപ്പോൾ ന്യൂ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്താണ്? ക്യാഷ് ₹49,000, ഫർണിച്ചർ ₹5,000, സ്റ്റോക്ക് ₹24,000 പ്ലസ് ഡെപ്റ്റേഴ്സ് ₹15,000 ഈക്വൽ ടു ക്രെഡിറ്റേഴ്സ് 16,000 പ്ലസ് ക്യാപിറ്റൽ
77,000. അപ്പോൾ അക്കൗണ്ടിങ് ഇക്വേഷൻ സെയിം ആണ്. എത്രയാണ് അസറ്റ് സൈഡ് ടോട്ടൽ? 49,000 പ്ലസ് 5,000 പ്ലസ് 24,000 പ്ലസ് 15,000. ഇതാണ് അസറ്റിൻ്റെ ടോട്ടൽ. എത്ര ഉണ്ടാവും? 93,000ൻ്റെ അസറ്റ്സ് ഉണ്ട്. അതേസമയം 93,000ൻ്റെ ക്യാപിറ്റൽ പ്ലസ് ലാബിലിറ്റീസ് ഉണ്ട്. നമ്മളിവിടെ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു അക്കൗണ്ടിങ് ഇക്വേഷൻ ഈസ് ആൾവേസ് ആസ് സ്റ്റേറ്റഡ്, that is the total assets of a business will always be equal to its total liabilities and capital. ഒരു ബിസിനസ്സിൻ്റെ കയ്യിലുള്ള ടോട്ടൽ വാല്യൂ ഓഫ് അസറ്റ്സ് എല്ലായ്പ്പോഴും ആ ബിസിനസ്സിൻ്റെ ടോട്ടൽ ക്യാപിറ്റലിനും ലാബിലിറ്റീസിനും തുല്യമായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്തത് 2 കാര്യങ്ങളാണ്. ഒന്ന്, സോഴ്സ് ഡോക്യുമെൻ്റ് എന്താണ്? സോഴ്സ് ഡോക്യുമെൻ്റ് ഈസ് ദ എവിഡൻസ് ഓഫ് എ ബിസിനസ് ട്രാൻസാക്ഷൻ. ദെൻ രണ്ടാമതായിട്ട് ഡിസ്കസ് ചെയ്തത് അക്കൗണ്ടിങ് ഇക്വേഷൻ ആണ്. അക്കൗണ്ടിങ് ഇക്വേഷൻ ഈസ് അസറ്റ്സ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലാബിലിറ്റീസ്. ഓക്കെ, താങ്ക് യു.